നിങ്ങളെ ഈ ഭൗതികമാകുന്ന ലോകത്തേക്ക് അവനവൻ ചേരിയിലുള്ളതാകുന്ന ജമാഅത്തിന്റെ അംഗമായി, ഇന്നാലിന്ന വ്യക്തിയുടേതാകുന്ന മകനായി, ഇന്നാലിന്ന വ്യക്തിയുടേതാകുന്ന മകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഈ ഭൗതിക ലോകത്തേക്ക് പടച്ചത് വെറുതെയാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ കരുതരുതേ. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ എന്നിലേക്ക് മടക്കപ്പെടൂല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒന്ന് ചോദിക്കാം. നാളെ നിങ്ങൾക്ക് മരണമില്ല എന്ന് കരുതിയിട്ട് ജീവിക്കുകയാണോ? ഇന്നത്തെ തലമുറയുടെ ജീവിതം അങ്ങനെയാണ്. ഭൗതിക ലോകത്തിലെ ആഡംബര ആസ്വാദനങ്ങളിൽ മുഴുവനും മുഴുകി ജീവിക്കുകയാണ് ഇന്നത്തെ നവസമൂഹം. ഏതെല്ലാം ആഘോഷങ്ങളുണ്ടോ ആ ആഘോഷങ്ങൾക്ക് പുറകെ നമ്മുടെ തലമുറ ഓടുകയാണ്. നമ്മുടെ ആഘോഷം ഏതാണെന്ന് മറന്നുപോയി. അതിന് തെളിവും ചോദിച്ചുകൊണ്ട് നടക്കുകയാണ്. അതാണ് അവസ്ഥ ലോകം. ബാക്കിയുള്ളതാകുന്ന ആഘോഷങ്ങളുടെ പിറകെ ഓടുകയാണ്. മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളിലും ഓടുകയാണ്. മോമിനായ മനുഷ്യൻ അവന്റെ ഈമാൻ തെറ്റിപ്പോകുന്ന പ്രവർത്തനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥ മോമിനായി നമ്മൾ നിലകൊള്ളുന്നില്ല. യഥാർത്ഥ സത്യവിശ്വാസി ആയിട്ടില്ല നമ്മൾ. നമ്മുടെ എവിടെയോ ജീവിതത്തിൽ ഒരു ചാഞ്ചല്യം ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ശരിക്കും ശ്രദ്ധിച്ചോ, നല്ലതുപോലെ ഈമാൻ മുറുകെ പിടിച്ചോ. അള്ളാഹു നമുക്ക് ഈമാൻ സലാമത്താക്കുമാറാവട്ടെ. പരിപൂർണമായ ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാൻ തെറ്റിപ്പോയ എല്ലാം പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് പറഞ്ഞു അത്രേ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പിനെ യഥാർത്ഥമാകുന്ന രീതിയിൽ വേണ്ട വിധത്തിൽ അവനെ ഭയപ്പെട്ട് ജീവിക്കണേ. അവൻ കൽപ്പിച്ച കാര്യങ്ങൾ പരിപൂർണമായി ഏറ്റെടുക്കണേ. അവൻ വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് പരിപൂർണമായി പാടെ ഒഴിവാക്കണേ. ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കേണ്ടതുപോലെ ജീവിക്കുക. അങ്ങനെ വേണം ജീവിക്കാൻ. നമ്മൾ ഭയപ്പെടുന്നുണ്ട്, തഖ്വയുണ്ടെന്ന് പറച്ചില് മാത്രം ജീവിതത്തിൽ കാണുന്നില്ല. എനിക്ക് അള്ളാഹുവിനെ പേടിയാണ്, ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. പ്രവാചകനെ പേടിയാണ്, ഞാൻ പ്രവാചകനിൽ വിശ്വസിക്കുന്നു. ഇത് പറച്ചിലല്ലാതെ പ്രവർത്തന മേഖലയിൽ കാണുന്നില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് തന്നെ അള്ളാഹ് പറയാൻ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ ഈമാനുള്ളവരെ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും പ്രവാചകനിലും സർവ്വതിലും സ്വർഗത്തിലും നരകത്തിലും മഹ്ശറയിലും ഹിസാബിലും മീസാനിലും എന്ന് വേണ്ട സർവ്വ വിശ്വാസ കാര്യങ്ങളിലും പരിപൂർണമായി വിശ്വാസിച്ചതാകുന്ന മുഅ്മിൻ, അവരെ വിളിച്ചിട്ട് പറയാൻ, ഇത്തഖുല്ലാഹ്, അല്ലാഹയെ പേടിക്കണം. വേറെ ആരോടല്ല, മുഅ്മിൻ തന്നെയാണ് ശരിക്കും പടച്ചവനെ പേടിക്കുന്നത്. ഈമാൻ തെറ്റിപ്പോകും, നമ്മളാണ് ശരിക്കും പടച്ചവനെ പേടിക്കുന്നത്. എങ്ങനെ പേടിക്കണം? ഹഖ്ഖ തുഖാതിഹി, എത്ര പേടിക്കണ്ടോ യഥാർത്ഥമാകുന്ന ഭയപ്പെടൽ റബ്ബിനോട് വേണം. വെറുതെ പറച്ചിൽ പോരാ. ഞാൻ അല്ലാഹയെ പേടിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വാദിന്റെ മജ്‌ലിസിൽ നിന്ന് പിന്തിരിഞ്ഞിട്ട് രാത്രി സമയത്ത് 12 മണി കഴിയുമ്പോൾ മൊബൈൽ ഫോണിലൂടെ WW അടിച്ചുകൊണ്ട് അശ്ലീല ലോകത്തേക്ക് കണ്ണുനട്ടിരിക്കുന്നതായ ചെറുപ്പക്കാരനായി നീ മാറാൻ പാടില്ല. ഞാൻ റബ്ബിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം ഭാര്യ മറന്നിട്ട് മറ്റുള്ളതാകുന്ന പരിസ്ഥിതികളുമായി കിടപ്പുറ പങ്കിടുന്നതായ ഒരു വിശ്വാസിയായി നീ മാറാൻ പാടില്ല. ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ക്യാപ്ഷൻ ഇട്ട് അത് തന്നെ ടൈറ്റിൽ കൊടുത്തുകൊണ്ട് വാട്സാപ്പിൽ പ്രൊഫൈൽ പിക്ചർ ഇട്ടിട്ട് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും പ്രിയം വെക്കുന്നു എന്ന് പറഞ്ഞ് ടൈറ്റിൽ ഇട്ടിട്ട് രാത്രിയാമങ്ങളിൽ കാമുകന്മാരുമായി രഹസ്യമായിട്ട് ചാറ്റിംഗ് നടത്തിക്കൊണ്ട് ശരീരത്തിന്റെ ഇക്കിളിപ്പെടുത്തുന്നതാകുന്ന ഭാഗങ്ങൾ പരപുരുഷന്മാർക്ക് ദർശിപ്പിക്കുന്ന തരത്തിലേക്ക് വ്യഭിചാരത്തിന്റെ വാതിലുകൾ തുറക്കുന്നതാകുന്ന ഉമ്മയായി നമ്മുടെ സഹോദരിമാർ മാറാൻ പാടില്ല. ഡീപി ഇട്ടിരിക്കുന്ന എന്താ? അല്ലാഹയെ പേടിക്കുന്നു, മുഹമ്മദ് നബിയോട് ഇഷ്ടം, മഹബത്ത്, ഒലക്കെയാണ്. ഇങ്ങനെ ഇടുന്നവരെയാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉടായ്പുള്ള ടീംസുകളാണ് ഈ പരിപാടിക്കൊക്കെ നിൽക്കുക. DP-യിൽ ഇതൊക്കെ ഇട്ടിരിക്കുന്നത്. ഇട്ട് കഴിഞ്ഞാൽ നബിയോടുള്ള സ്നേഹത്താൽ അങ്ങ് ഭയങ്കരമാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ദീനി മജ്‌ലിസിൽ, ആത്മീയമാകുന്ന മജ്‌ലിസുകളിൽ പോലും, അതിൽ നടക്കുന്നതാകുന്ന വാദിന്റെ മജ്‌ലിസുകൾ പോലും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദീനിയായ മജ്‌ലിസുകൾ പോലും നടക്കുമ്പോൾ ആ വാദിന്റെ മജ്‌ലിസുകൾ പോലും പരിപൂർണമായി വീക്ഷിക്കുന്ന യൂട്യൂബ് ചാനൽ പോലും ഇരുന്നിട്ട് അശ്ലീലമാക്കപ്പെട്ട കമന്റുകൾ വെച്ചുകൊണ്ട് പരസ്പരം പ്രണയ ജോഡികളായി മാറുന്ന തരത്തിലേക്ക് ഇന്നത്തെ നവതലമുറ മാറുകയാണ്. വാളുകൾക്ക് എവിടെ? യൂട്യൂബിലൂടെ. എന്നിട്ട് ലൈവായിട്ട് ഇരുന്നിട്ട് കൂടെ ഇരിക്കുന്നവനെ വേറൊരുത്തനെ പെണ്ണുങ്ങളുമായിട്ട് ചാറ്റ് ചെയ്ത് അവർ തമ്മിൽ കണക്ഷൻ ആകുന്ന കാലഘട്ടം.
വല്ല നസീഹത്ത് കേട്ട് നന്നാവാനാണ് ഇതിൽ കയറിയത്. എന്നിട്ട് അതിൽ കയറിയിട്ട് ഒന്നുകൂടി ബടക്കാകുകയാണ്. അവളുടെയും അവന്റെയും DP എന്താ? അള്ളാഹുവിലും റസൂലിലും ഇഷ്ടം. ഇതാണ് ഇന്നത്തെ തലമുറ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എല്ലാവരും അല്ല കേട്ടാ, അങ്ങനെ ചിലരുണ്ട്, അവരെ നന്നാക്കാനാണല്ലോ വാഴ്. ഒരു സ്ഥലത്ത് നമ്മൾ കള്ളു കുടിക്കരുതെന്ന് വാഴ് പറഞ്ഞാൽ ആ നാട്ടുകാർ മുഴുവൻ കള്ളു കുടിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ, ലഹരി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ആ ഒരാൾ മാറ്റപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത്തരത്തിലുള്ള വാദിന്റെ മജ്‌ലിസുകളിൽ, അത്തരത്തിലുള്ളതാകുന്ന ആത്മീയ മജ്‌ലിസുകളിലൊക്കെ പങ്കെടുക്കുന്നതാകുന്ന മുസ്ലിം സഹോദര സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി കുമ്മരം ഉസ്താദിന് ഉപദേശിക്കാനുള്ളതും എന്നോട് നിർദ്ദേശിക്കാനുള്ളതും അത്തരത്തിലുള്ളതാകുന്ന ചെയ്തികളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. ശ്രദ്ധിക്കണം, നമ്മൾ മോമിനാണ്. ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതി, അല്ലാഹുവിനെ പേടിക്കേണ്ട രീതിക്ക് തന്നെ ഭയപ്പെടണം. എന്നിട്ട് അല്ലാഹു പറയാൻ, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ മുഅ്മിനായിട്ടല്ലാതെ നീ മരിക്കരുതേ, മരിക്കരുതേ, ഈമാൻ പുൽകി മരിക്കണേ. അതൊരു ഭയങ്കര വാക്കാണ്. കാരണം അള്ളാഹു നൽകിയിരിക്കുന്ന ഈമാൻ അത് നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. മോമിനായ മനുഷ്യൻ വളരെ ശ്രദ്ധിച്ചോ, അള്ളാഹു നിനക്ക് നൽകിയിരിക്കുന്ന ഈമാൻ ഇത് നിസ്സാരമായി കാണരുത്. നൂറുൻ യഖ്ദിഫുഹു അല്ലാഹു അലാ ഖൽബി മൻ യശാ, അല്ലാഹു ഉദ്ദേശിച്ചവന്റെ ഹൃദയത്തിൽ പടച്ചറബ് നൽകിയിരിക്കുന്ന ഈ ഒരു ചെറിയ പ്രകാശം, ഈ ശോണിമ, ഇത് ഏത് നിമിഷവും അണഞ്ഞു പോകാം. അത് അണയാതെ മാറ്റുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. 5 വഖത്ത് നിസ്കാരത്തിലും 17 റക്അത്തുകളിൽ ഉള്ളതാകുന്ന ഓരോ ദിവസത്തെ 5 വഖത്ത് നമസ്കാരം, ളുഹർ 4, അസർ 4, മഗ്രിബ് 3, ഇശാ 4, സുബ്ഹി 2. എത്ര റക്അത്തായി? 17 റക്അത്താണ്. ഈ 17 റക്അത്തുകളിലും എല്ലാ റക്അത്തുകളിലും മുഅ്മിനീങ്ങളാകുന്ന നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്ന ദുആ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിലേക്ക് എന്നെ അടിയുറച്ച് നിർത്തണേ അല്ലാഹ്, ഹിദായത്ത് തെറ്റിപ്പോകരുത്, എന്റെ ഈമാൻ നീ നഷ്ടപ്പെടുത്തി കരുതരുത് അല്ലാഹ്. 5 വഖത്ത് നിസ്കാരത്തിലും 17 പ്രാവശ്യം ഒരു മുഅ്മിൻ ചോദിക്കൽ നിർബന്ധമായ ഒരേ ഒരു ദുആ അത് ഹിദായത്താണ്. ഇത് പോയാ പോയി, എല്ലാരും ചോദിക്കണം. അതിലൊരു നബിയും വ്യത്യാസമില്ല, അതിലൊരു ഔലിയായും വ്യത്യാസമില്ല, അതിലൊരു ഉലമാഉം വ്യത്യാസമില്ല, അതിലൊരു ഉമറാഉം വ്യത്യാസമില്ല. എല്ലാവരും ചോദിക്കണം. ലാ സലാത്ത ലിമൻ ലം യഖറഅ ബിഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ ഓതാത്തവന്റെ നിസ്കാരം അസാധുവാൻ, അത് പരിഗണിക്കില്ല. ഫാത്തിഹ സൂറത്ത് ഓതണം എല്ലാ റക്അത്തുകളിലും, അല്ലേ? നമ്മൾ ഓതലില്ലേ? ഇമാമു ഓതണം, മഅ്മൂമും ഓതണം. അങ്ങനെ ഓതുമ്പോൾ മനസ്സിലായിക്കോ, അതിൽ 5 നേരം പടച്ചറബിനോട് ചോദിക്കുന്നത് ഈ ഹിദായത്താണ്. ഇത് അണഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിസ്കാരം കഴിഞ്ഞിട്ടും ദുആ ഇരക്കും ഖതീബ് ഉസ്താദ്, റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക ആതൽ വഹാബ്. അല്ലാഹുവേ, പടച്ചറബേ, നീ നൽകിയിരിക്കുന്ന ഹിദായത്ത് ഞങ്ങൾക്ക് നീ അണക്കരുത് അല്ലാഹ്, അതിനെ ഊരിക്കളയരുത് അല്ലാഹ്. റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, ഞങ്ങളെ സന്മാർഗത്തിലാക്കിയതിനു ശേഷം, മുഅ്മിനാക്കിയതിനു ശേഷം ഞങ്ങളെ നീ വഴി പിഴപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളുടെ ഹൃദയത്തിനെ നീ ഊരിക്കളയരുത് അല്ലാഹ്. ദുആ ചെയ്യുന്നില്ലേ? ദുആ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യണം. കാരണം നിസ്സാര വിഷയമല്ല ഈമാൻ, ഏതു സമയത്തും തെറ്റിപ്പോകാം. കാരണം അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ഈമാൻ തെറ്റിപ്പോകുന്ന വർത്തമാനം എപ്പോഴും ഫസ്നായും ഫസാദും പറഞ്ഞുകൊണ്ട് നിലകൊള്ളുക. നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾക്ക് പോലും ഒരു ഖുശൂ ഇല്ല, ഭയഭക്തിയില്ല. വല്ലപ്പോഴേ നിസ്കരിക്കൂ, ആ നിസ്കരിക്കുന്ന നിസ്കാരത്തിന് പോലും ഒരു ഖുശൂ ഇല്ല, ഭയഭക്തിയില്ല. റമദാനിലെ നോമ്പ് പോലും പരിപൂർണമായി വിശ്വാസമർപ്പിച്ചും പടച്ചറബിന്റെ കൂലി പ്രതീക്ഷിച്ചിട്ടും ഒന്നുമല്ല. നാട്ടുകാരിങ്ങനെ ചെയ്യുന്നു. നോമ്പ് പിടിച്ചില്ലെങ്കിൽ കുടുംബത്തിൽ എന്ത് കരുതും? ഉമ്മ എന്ത് കരുതും? വാപ്പ എന്ത് കരുതും? ഭാര്യ എന്ത് കരുതും? ഭർത്താവ് എന്ത് കരുതും എന്ന് കരുതിയിട്ട് 10 നോമ്പ് പിടിക്കുന്നതല്ലാതെ. അതുകൊണ്ടാണല്ലോ അഥവാ റമദാൻ അല്ലാതെ ഒരു ദിവസം ഒരു സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചാൽ അത് നമ്മൾ 100 പേരെ അറിയിക്കും. ശരിയല്ലേ?
ആണോ അല്ലയോ? ഫോൺ വിളിച്ചിട്ട് വൈകിട്ടാകുമ്പോഴത്തെ ആരും അറിഞ്ഞില്ലേലും ആരെങ്കിലും വിളിച്ചിട്ട് കൂട്ടുകാരെങ്കിലും വിളിച്ചിട്ട് അസ്സലാമു അലൈക്കും എന്നിട്ട് വിശേഷം അതൊന്നുമല്ല റാഹത്ത് തന്നെ. ഒന്നുമില്ല, ഞാനിപ്പോൾ ഇന്ന് നോമ്പാണെന്നുണ്ട്, ഇന്ന് വ്യാഴാഴ്ചയാണ്, ഞാൻ എല്ലാ വ്യാഴാഴ്ചയും നോമ്പ് പിടിക്കലുണ്ട്. അപ്പം നിങ്ങളെ പെട്ടെന്ന് ഇപ്പോൾ ഓർത്ത് ഇവിടെ തസ്ബീ ഇരിക്കുന്നുണ്ട്, അപ്പം നിങ്ങൾ തന്നാണല്ലോ. ഈ തസ്ബീ വെച്ചാൽ ഞാൻ എല്ലാ ദിവസവും 10,000 സുബ്ഹാനല്ലാഹ് എല്ലാവരും ഉള്ളതേ. അപ്പം അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഇന്ന് അപ്പം എന്താ ഇപ്പം ഇതിലൂടെ അറിയിച്ചത്, എല്ലാ വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പാണെന്നും ഈ തസ്ബീ വെച്ചിട്ട് ഡെയിലി 10,000 തസ്ബീ ഇതെല്ലോന്നും ഒക്കെ അവിടെ വിടുകയാണ്. മനസ്സിലായില്ലേ? രാവിലെ പുട്ട് കഴിച്ചാൻ തോന്നുന്നു നോമ്പ് പിടിച്ചത്, അതായിരിക്കും തള്ളലോടെ തള്ളൽ. നമ്മുടെ കൗമിന്റെ ഒരു സ്വഭാവമാണ്. മിക്ക ആളുകൾ ഇത് തന്നെ. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ദിക്ർ ചോദിക്കാണ്, ഉസ്താദെ മന്നാനി ഉസ്താദെ ഹത്തീബ് ഉസ്താദിനോട് എനിക്കൊരു ദിക്ർ. അപ്പൊ ഹത്തീബ് ഉസ്താദിനെ ലായിലായില്ലെന്ന് ആയിരിക്കും. അപ്പൊ പറയാം ലായിലായില്ലെന്ന് ഞാൻ ഡെയിലി ഏറ്റവും കുറഞ്ഞത് ഒരു 5,000 ചെയ്യും. അങ്ങോട്ട് ഉസ്താദിന് മരുഭൂമിയിലേക്ക് മണൽ കയറ്റി കൊടുക്കുക, 5,000 ഞാൻ ചെയ്യും. അപ്പൊ ഉസ്താദ് പറഞ്ഞ എന്നാ പിന്നെ നീ സലാത്തിൽ ഒരു 100 ഉദാഹരണം പറയാണ് കേട്ടോ, ഉദാഹരണമാണ്, നടക്കുന്ന സംഗതികളാണ് ഈ പറഞ്ഞത്. സലാത്ത് ഉസ്താദ് ഞാൻ കണക്കില്ലെന്നേ, കണക്ക് വെക്കാറില്ല ഞാനത്. തസ്ബിയൊക്കെ മാറ്റി വെച്ചിട്ട് ഇറങ്ങി ചെല്ലും. അതിന് എണ്ണയില്ല. ഇപ്പൊ 10,000 20,000 ഒക്കെ മേളിൽ സാധാരണ ചെല്ലാറുണ്ട്. ഇങ്ങനെ പറച്ചില്ലല്ല. അതാ ഞാൻ പറയാം, എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെ നാട്ടുകാരെ മുഴുവൻ അറിയിക്കും. നന്മയാർന്ന കാര്യങ്ങൾ മറ്റൊരുത്തന്റെ നന്മ പറയാനല്ല, അവനവൻ ചെയ്ത നന്മകൾ ഇങ്ങനെ വിളിച്ചു പറയുക, തിന്മകൾ മറച്ചും വെക്കുകയും ചെയ്യാം. ഇന്നത്തെ തലമുറയുടെ സ്വഭാവമാണ്. ഇതിലെ ആണുങ്ങളും പ്രശ്നമുണ്ട്, പെണ്ണുങ്ങൾ ഈ വിഷയത്തിൽ മുൻപന്തിയിലാണ്. ആണുങ്ങൾ കണ്ടിട്ടില്ലേ, പള്ളി നിസ്കാരം കഴിയുമ്പോഴത്തേക്ക് തസ്ബീഹ് പിടിച്ചിട്ട് ഫ്രണ്ടി വന്നിരിക്കുകയാണ്, വരാതെ വന്നിരുന്നിട്ട് കൈ വിറച്ചോണ്ടിരുന്നാലും തസ്ബീഹ് മറിച്ചോണ്ട് ഇവിടെ വന്നിരിക്കുക. ആചാരം തന്നെ പള്ളിക്കകത്തിരിക്കുക. പള്ളിക്കകത്ത് കയറി കിബിലയ്ക്ക് അഭിമുഖമായിട്ടിരിക്കുക, ഒന്നാമത്തെ സഫിലിരിക്കുക. നിങ്ങൾ എന്തിനാ റോഡിൽ ഇറങ്ങിയിരിക്കുന്നത്? നാട്ടുകാരെ കാണിക്കാൻ തസ്ബീഹ് മറിച്ചോണ്ടില്ല. ഈ നടത്തം നടന്നിരുന്നെങ്കിൽ ഷിയാബ് ചോറ്റൂരിന് മുമ്പ് നീ മക്കയിലെത്തിയാൻ. പള്ളിക്കകത്തൂടെ ഇങ്ങനെയാണ് ആഹത്തായി. എന്തിനാ കാണിക്കുകയാണ് എല്ലാരെയും? ഞാനിവിടെ ഇതോ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള അമലുകളാണ് നമ്മുടെ ഭൂരിഭാഗവും. രഹസ്യമായ ഒരു അമല് നമുക്കില്ല, രഹസ്യമായ ഒരു അമലും ഇല്ല. ഈ പരസ്യമായി കാണിക്കുന്ന ഈ ഒരു അമല ഇതൊന്നും കൊണ്ടൊന്നും ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. ഇഖ്ലാസ് ഇല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരിക്കലും വിജയിക്കൂല. എല്ലാ അമലുകൾക്കും ഇഖ്ലാസ് മുഖ്യമാണ്. നിയത്ത് നല്ലതെങ്കിലും തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. നല്ല നിയത്ത് വേണം. എവിടെ നിയത്ത്? ഒരു കരുത്തും ഇല്ല. എല്ലാം ചെയ്യുന്നത് ആളുകളെ കാണിക്കാൻ. സ്ത്രീകൾ ഇതിനപ്പുറാണ്. കൊട്ടപ്പടി സലാത്തില്ലെന്നൊന്ന് പറയാം. ഒരു മരണം നടന്നു ഒരു വീട്ടിൽ, അതിന്റെ 3 ആകുമ്പോഴത്തേക്കും തന്നെ അതിന്റെ ബന്ധുക്കൾ വന്നിട്ട് പറയാം, ഉസ്താദേ എന്താണ് എന്റെ വക 15 ഹത്തം 3 ദിവസമായിട്ടുള്ള മരിച്ചിട്ട്. ഇയാളെപ്പോഴും ഓതി? മുഹ്യിദ്ദീൻ ശൈഖ് പോലും ഇങ്ങനെ ഓതിയിട്ടില്ല. അങ്ങ് വിടുക. കാരണം എന്താ? ഞാൻ ഈ മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ കുടുംബക്കാരെന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് 3 കുൽഹുവല്ലാ ഊതിയിട്ട് പറയാണ് 15 ഹത്തം ഞാൻ ഓതി തീർത്തിട്ടുണ്ട് എന്റെ ഭർത്താവിന് വേണ്ടി. ചില പെണ്ണുങ്ങൾ പറയുന്നതാണ്. ഞാനിത് പരസ്യമായിട്ട് ലൈവിൽ തന്നെ പറയുന്നത്, ഇനി ആവശ്യമില്ലാതെ കയറി അങ്ങനെ പറയാൻ പാടില്ല. അതിനാണിത് പറയുന്നത്. നമ്മളൊരു ഖത്മ ഓതി എന്ന് 10 പേരോട് പറയണമെങ്കിൽ അത് പരിപൂർണമായി കൃത്യമായി ഓതിയിട്ടുള്ള ഖത്മായിരിക്കണം. അല്ലാതെ 3 കുൽഹുവല്ലാ വെച്ച് ഓതിയിട്ട് ശൂശു അടിച്ചിട്ട് വിടുന്ന പരിപാടി അത് പരിശുദ്ധ ഇസ്ലാമിൽ പെട്ടതാകുന്ന യഥാർത്ഥമാകുന്ന ഹഖീഖിയായ നിലയ്ക്കുള്ളതാകുന്ന ഖത്മല്ല. അതൊരു ഓപ്ഷൻ പറഞ്ഞതാണ്. അത് ചില ഷോർട്ട് കട്ടുകൾ പഠിപ്പിക്കുന്നുണ്ട് ചില വിഷയങ്ങൾക്ക്. ഇസ്ലാമിലുമുണ്ട്, ഭൗതികമാകുന്ന കലാലയങ്ങളിലുമുണ്ട്. കമ്പ്യൂട്ടർ പഠിക്കുന്നവർക്കറിയാം, കൺട്രോളും എസും ചേർത്ത് വെച്ച് അടിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന സംഗതി എന്താണ്? കൺട്രോളും വിയും ചേർത്ത് വെച്ചുകൊണ്ട് അടിക്കുമ്പോഴുണ്ടാകുന്ന സംഗതി എന്താണ് എന്ന് പറഞ്ഞതുപോലെ ചില ഷോർട്ട് കട്ടുകളാണ്, ചില സംവിധാനങ്ങളാണ്. അതിൽ പറഞ്ഞതാണ് 3 സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് തഅദിലു സുൽസുൽ ഖുർആൻ. ഖുർആനിന്റെ 1/3 കടപിടിക്കും പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന സൂറത്തുൽ ഇഖ്ലാസ്. 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ഖുർആൻ പൂർത്തീകരിച്ച പ്രതിഫലം. അതിന്റെ അർത്ഥം ഖുർആൻ ഓതാൻ വേണ്ടി ഖത്മ തീർക്കണ്ട, എപ്പോഴും കുൽഹുവല്ലാഹ് ഓതിക്കൊണ്ടിരുന്നാൽ മതി എന്നല്ല. ഖത്മ തീർക്കുന്നത് വേ, ഇത് റേ, ഇത് രണ്ടും രണ്ടാണ്. ഖത്മ തീർക്കുന്നതിന് വലിയ പ്രതിഫലമാണ്. ഇത് മരണപ്പെട്ട് 3 കഴിയുമ്പോഴത്തേക്കും 10 ഖത്മ, മരണപ്പെട്ട് 7 ആവുമ്പോഴത്തേക്കും 1,00,000 തഹ്ലീൽ ഞാൻ ചൊല്ലിയിട്ടുണ്ട്. ആരാ പറയുന്നു? ഒറ്റയ്ക്കങ്ങ് പറയും. അതിന്റെ കൂട്ടത്തിൽ ഖത്മ ഉണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്, 25 ലക്ഷം സ്വലാത്ത് ഉണ്ട്. ഇതെന്താ പരിപാടി?
ഒറ്റക്കാലിൽ നിന്നിട്ട് ഖത്മ തീർത്ത മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ ചരിത്രം കേട്ടിട്ട് അതിനപ്പുറം വലിയ വിലായത്തിന്റെ മർത്തബയുള്ളതാകുന്ന അവസ്ഥയിലേക്ക്. എന്നോട് ഇങ്ങനെ ഒരു സഹോദരി പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഈ കാലഘട്ടത്തിലെ നഫീസത്തിൽ മിസ്രിയാണ് നിങ്ങൾ കേട്ടോ, ആരോടും പറയില്ലെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞതിരിക്കട്ടെ. കാരണം ഇത്രയേറെ അമൽ ചെയ്യുന്നവരാണെങ്കിൽ അവരെ കൈപിടിച്ച് മുത്തണം. വിലായത്തിന്റെ മർത്തബ അങ്ങേയറ്റം എത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും തള്ളരുത്. തള്ളുന്നതിനൊക്കെ ഒരു മയത്തിൽ തള്ളണം. അള്ളാഹു നമ്മളെ സാരിഹ്യങ്ങൾ ചേർക്കട്ടെ. കാരണം ഇതൊരു നിസ്സാര വിഷയമല്ല. ഹിസാബിടപ്പെടാൻ നീ ചെയ്യുന്നതാകുന്ന അമലുകൾ കൃത്യമല്ല എങ്കിൽ നിന്റെ അക്കൗണ്ടിൽ നിന്ന് കൃത്യമായി അവരിലേക്ക് വരവ് വെക്കപ്പെടും. ഏറ്റവും വലിയ മുഫ്ലിസ് ആകും നീ, പാപ്പരാകും നീ. ഹദീസ് ഞാനിതൊക്കെ വെറുതെ പറയുന്നല്ല, ഒരു ഹദീസ് കേട്ടോ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, സ്വഹാബ മനിൽ മുഫ്ലിസോ, ആരാണ് മുഫ്ലിസ് സ്വഹാബ? ആരാണ് ദരിദ്രനായ വ്യക്തി സ്വഹാബ? ഒന്ന് പറഞ്ഞു തരുമോ, പറഞ്ഞു തരുമോ? ആരാണ് ദരിദ്രൻ? ഉടനെ സ്വഹാബത്ത് പറയാൻ ഫഖാലൂ, ഉടനെ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, അൽ മുഫ്ലിസു ഫീനാ മല്ലാ ദിർഹമ ലഹു വലാ മതാ. അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, ഞങ്ങളുടെ അടുക്കൽ ദരിദ്രൻ എന്ന് പറഞ്ഞാൽ, പാപ്പരായ വ്യക്തി എന്ന് പറഞ്ഞാൽ കയ്യിൽ നയാ പൈസ ഇല്ലാത്തവനാ, ഒരു ദിർഹമോ ദീനാറോ ഇല്ലാത്തവനാണ്. അതാണല്ലോ ദരിദ്രൻ, യഥാർത്ഥ അസ്ലിയായ ദരിദ്രൻ. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ, അതല്ല ദരിദ്രൻ. നിങ്ങൾ മനസ്സിലാക്കിയതാകുന്ന ദരിദ്രൻ ഭൗതികമാകുന്ന ലോകത്തെ ദരിദ്രനാണ്. ഞാൻ ചോദിച്ചത് ആഖിറത്തിലെ ദരിദ്രനെ പറ്റിയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വലാകിന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ നിന്നുള്ള ദരിദ്രൻ ആരെന്നറിയുമോ, ആരെന്നറിയുമോ? യഅതി യൗമൽ ഖിയാമ, നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ ഖിയാമത്ത് നാളിലേക്ക് അവൻ കടന്നു വരുകയാണ്. ബിസ്വലാത്തിൻ വസിയാമിൻ വസകാ, അവൻ നിസ്കരിച്ച നമസ്കാരവുമായി, അവൻ കൊടുത്തു വീട്ടിയ സക്കാത്തുമായി, അവൻ ചെയ്തു വെച്ചതാകുന്ന പാപങ്ങൾക്ക് കൊടുത്തു നീട്ടിയ സദഖയുമായി, അവൻ ചെയ്തു വെച്ചതാകുന്ന അമാലുകളുമായി, അവന് പിടിച്ചു വീട്ടിയ നോമ്പുകളുമായി പടച്ചറപ്പിന്റെ ദർബാറിൽ കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിനോട് പറയും, അല്ലാഹുവേ, ഞാനിതാ നമസ്കരിച്ചു, നോമ്പ് പിടിച്ചു, സക്കാത്ത് കൊടുത്തു, ഞാൻ ഒരുപാട് അമലുകൾ ചെയ്തവനാണ് അല്ലാ. ഉടനെ അവനെതിരായി സാക്ഷി പറഞ്ഞുകൊണ്ട് മറ്റൊരു വ്യക്തി കടന്നു വരും അത്രേ. ആ മനുഷ്യൻ അല്ലാഹുവിനോട് പറയും, അല്ലാഹു, ഇന്നഹു ഖദ് സഫക ദമഹാ വകതമഹാ, ഈ നിൽക്കുന്നതായ മനുഷ്യൻ എന്നെ കുറിച്ച് അനാവശ്യം പറഞ്ഞവനാണ് റബ്ബേ, ഫനായും ഫസാദും പറഞ്ഞവനാണ് അല്ലാ. ഇവൻ ജനങ്ങൾക്ക് മുന്നിൽ എന്നെ അവഹേളിച്ചവനാണ്, ഇവൻ ജനങ്ങളോട് അപവാദം പറഞ്ഞവനാണ്, ഇവൻ എനിക്ക് വേണ്ടി ഇന്നാലിന്ന ദിക്ർ ചൊല്ലിയെന്ന് ജനങ്ങളോട് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞവനാണ്. ആ രീതിക്ക് പടച്ചറപ്പിനോട് പരാതിപ്പെടുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരാതിപ്പെട്ടതാകുന്ന മനുഷ്യന് അവന്റേതാകുന്ന സർവ്വ അമലുകളും നൽകുമത്രേ. സുബ്ഹാനല്ലാഹ്. അമലുകൾ മുഴുവനും തീരുമ്പോ പടച്ചറപ്പിനോട് വീണ്ടും അല്ലാഹുവിനോട് ആവശ്യപ്പെടുകയാണ്, അല്ലാഹുവേ, ഇവൻ ചെയ്തതാകുന്ന പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോ ഇവന്റെ ജീവിതത്തിൽ ചെയ്ത അമലുകളൊന്നും പോരാ അല്ലാ. അവന്റെ നമസ്കാരങ്ങളും അവൻ കൊണ്ടുവന്നിട്ടുള്ള കൊട്ടക്കണക്കിലുള്ളതാകുന്ന നോമ്പുകളും അവൻ കൊടുത്തു വീട്ടിയതാകുന്ന സക്കാത്തുകളും മുഴുവനും പരാതിക്കാരന് നൽകിയിട്ട് പോലും അവന്റെ പരാതിയും പരിഭവവും തീരാതെ വരുമ്പോ അല്ലാഹു പറയും, പരാതിക്കാരന്റെ സർവ്വ പാപങ്ങളും ഇവന്റെ മേലെടുത്ത് ചുമത്തൂ മലക്കുകളെ, ഈ മനുഷ്യന്റെ മേൽ ചുമത്തൂ മലക്കുകളെ. ഒരുപാട് നമസ്കാരങ്ങളും നോമ്പുകളും വിവാദത്തുകളുമായി കടന്നു വന്ന് സ്വർഗം വിലയ്ക്ക് വാങ്ങാൻ മശറയിലേക്ക് കയറി വന്ന മനുഷ്യര് അതാ നരകം നിർബന്ധമാകുകയാണ്. സുബ്ഹാനല്ലാഹ്. പരാതിക്കാരന്റെ സർവ്വ പാപവും അവന്റെ മേൽ ചുമത്തും സാബ, അതിലൂടെ അവനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമേ.
അവനാണ് ഏറ്റവും വലിയ മുഫ്ലിസ്. അവൻ നാളെ ആഖിറത്തിൽ ദാരിദ്ര്യം പേറുന്നവനാണ്. നാളെ ആഖിറത്തിൽ ദാരിദ്ര്യം പേറുന്നവനാണ്. ഈ ദുനിയാവിൽ ഒരുപാട് അമലുകൾ ഉണ്ടാവാം, പക്ഷെ അനാവശ്യമാകുന്ന വർത്തമാനങ്ങൾ പറഞ്ഞതാണ്, അനാവശ്യമാകുന്ന ഓഫറുകൾ നടത്തിയവനാണ്, ജനങ്ങളെ അപഹസിച്ചവനാണ്, അവരെ പരിഹസിച്ചവനാ, അവരെ കുറിച്ച് മോശമാകുന്ന കമന്റുകൾ രേഖപ്പെട്ടുകൊണ്ട് നടന്നവനാണ്. നാളെ അള്ളാഹുവിന്റെ ദർബാറിൽ അവന്റെ സർവ്വതാകുന്ന അമലുകളും അവനെ കുറിച്ച് പരാതി പറഞ്ഞവൻ എടുത്തു കൊടുത്തിട്ട് ആ പരാതിക്കാരന്റെ സർവ്വതിന്മകളും അവന്റെ മേലെടുത്ത് ചുമത്തുകയും അവനെ എടുത്ത് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അവനാണ് ഏറ്റവും വലിയ മുഫ്ലിസ് സഹാബ. ആഖിറത്തിൽ കൈകടിക്കേണ്ടി വരികയാണ്. അമലുകളില്ല, നരകമാണ്, നരകമാണ്. അതുകൊണ്ട് ആവശ്യമില്ലാതെ കയറിയിട്ട് ഞാൻ ഖത്തം തീർത്ത്, ഞാൻ 5 തീർത്ത്, ഞാൻ 70,000 ചൊല്ലി, ഞാൻ 1,00,000 ചൊല്ലി എന്ന് കള്ളം പറയാൻ പാടില്ല. പറഞ്ഞു ഉള്ളത് പറഞ്ഞു. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വേറെ ഒരു പരിപാടി ഇങ്ങോട്ട് ചെയ്യും. ഇപ്പോൾ ഒരു ഹത്തുമ ഓതിക്കൊണ്ടിരിക്കാൻ ആ ഹത്തുമ പൂർത്തീകരിച്ചിട്ട് ആ ഓതുന്ന ഹത്തുമ വേറെ കാര്യത്തിനാണ്. അപ്പൊ അതിന്റെ തത്തുല്യമായ പ്രതിഫലം ഇവർക്ക് കൂടി കരുതാം. മിസ്ലുൽ സവാബ് അത് പറ്റും. അതൊരു1000 പേർക്കാണെങ്കിൽ ഹദിയ. ഇനി അങ്ങനെ വല്ലതും ആണെന്ന് അറിഞ്ഞില്ല. ജീവിതകാലം മുഴുവൻ ഓതിയിട്ടുള്ള 15 ഹത്തമ് ഇങ്ങനെ കൊടുക്കുമായിരിക്കും ചിലപ്പോൾ എല്ലാവർക്കും, നാട്ടുകാർക്ക് മുഴുവൻ. ഇതായിരിക്കാം. അതും കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണം? ഇതിന്റെ തത്തുല്യമായ പ്രതിഫലം. നമ്മൾ ദ്വാരക്കുമ്പോൾ കേട്ടിട്ടില്ലേ, ഉസ്താദുമാർ ദ്വാരക്കുമ്പോൾ അല്ലാഹുമ്മ ഔസിൽ മിസ്ല സവാബി മാ ഖറഅനാഹു, അല്ലാഹുവേ ഞങ്ങൾ ഓതിയതാകുന്ന ഫാത്തിഹ അല്ലെങ്കിൽ യാസീൻ ഈ സൂറത്തിന്റെ തത്തുല്യമായ പ്രതിഫലം നീ എത്തിക്കണേ അല്ലാഹ് ഇലാ ഹളറത്തുൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ, നബിയുടെ കുടുംബത്തിന്റെ മേൽ, സർവ്വ സഹാബത്തിന്റെ മേൽ, മഹത്തുക്കളാകുന്ന മഹാരഥന്മാരുടെ മേൽ, ഇന്നാലിന്ന വ്യക്തികളുടെ മേൽ, അവർക്കൊക്കെ നീ ഇതിന്റെ തത്തുല്യമായ പ്രതിഫലം എത്തിക്കണേ അല്ലാഹ്. മിസ്ലു സവാബ് എന്നാണ് ഇത് പറയാം. അതിന് മലയാളത്തിൽ പറഞ്ഞാൽ മതി, അല്ലാഹുവേ ഞാൻ ഈ ഓതിയതിന്റെ തത്തുല്യമായ പ്രതിഫലം എൻ്റെ ഉമ്മ, ഈ അടുത്ത് മരണപ്പെട്ടു പോയ സഹോദരൻ, എൻ്റെ സഹോദരി, അങ്ങനെ അത് വരക്കണം. അല്ലാതെ ഞാൻ ഒരു ഹത്തം ഓതിയിട്ടുണ്ട് അതുകൂടെ ചേർത്തേക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ക്രെഡിറ്റിന് പറഞ്ഞാൽ അവിടെ ക്രെഡിറ്റ് ഉണ്ടാവും. നാളെ ആഖിറത്തിലെത്തുമ്പോൾ ഉള്ള ക്രെഡിറ്റ് കാർഡ് പോയിട്ടുണ്ടാവും. അല്ലാഹു നമ്മളാക്കട്ടെ. ഉള്ള അതും കൂടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നിടത്തും പോകുന്ന മാത്രമല്ല, ആ മറ്റവന്റെ ഉള്ള പാപം കൂടി നിന്റെ നെഞ്ചത്തോട്ട് വെച്ച് കെട്ടും. ഓൾറെഡി ഇവിടെ കള്ളും കുടിച്ച് കഞ്ചാവ് ആയിട്ട് കിടക്കണം. അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഹലാക്ക്. അവൻ തിയേറ്ററിൽ പോയതിന്റെ പാപം കൂടി ഇങ്ങോട്ട് കിട്ടും. നരകത്തിന്റെ ഒരു കവാടമായിരുന്നു തുറന്നിരുന്നത്, ഇപ്പൊ 7 കവാടം കൂടെ ഒരുമിച്ച് തുറന്നു. വേഗം കയറാം. അല്ലാഹു നമ്മളാക്കട്ടെ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കരുത്. ഓതിയത് പറഞ്ഞാൽ മതിയല്ലോ. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പറയുന്നത്? ഒക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ തലമുറകൾ മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയമാണ്, നിസ്സാര വിഷയമല്ല. ഓദിക്കോ, നല്ലപോലെ ദിക്റ് ചൊല്ല്. നമ്മുടെ ഈ ചെറുപ്പക്കാരാകുന്ന ആളുകൾ, പ്രായമേറിയതാകുന്ന ഉപ്പമാർ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെയ്ത അമലെന്താണ്? മുൻഗാമികളിലേക്ക് നോക്കിയിട്ട് എന്താ നമ്മൾ ചെയ്തത്? എത്ര ഖത്മ ഓതി ഇതുവരെയുള്ള ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ച്. വയസ്സ് 40 ആയല്ലോ, വയസ്സ് 50 ആയില്ലേ, വയസ്സ് 60 ആയില്ലേ, താടിയും തലയിലെ രോമകൂപങ്ങളും ഒക്കെ നരച്ചില്ലേ? 60 വയസ്സായവർ 60 ഖത്മ ഓതിയിട്ടുണ്ടോ? അവനവന്റെ ആയുസിന്റെ എണ്ണം അനുസരിച്ച് വർഷത്തിലൊന്ന് അങ്ങനെ കണക്കാക്കിയിട്ട് ഖുർആൻ പഠിച്ചത് കുറെ കഴിഞ്ഞ ഉസ്താദ് ആയിക്കോട്ടെ, അപ്പോഴെങ്കിലും അതെങ്കിലും നിന്റെ വയസ്സിന്റെ എണ്ണം അനുസരിച്ച് പറ്റിയിട്ടുണ്ടോ? ഒരു 30 വയസ്സുള്ളവൻ ഒരു 15 ഖത്മെങ്കിലും ഓതിയിട്ടുണ്ടോ? 50 വയസ്സുള്ളവൻ അവനവന്റെ 25 ഖത്മെങ്കിലും ഓതാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മൾ എന്താ പിന്നെ ചെയ്യുന്നത്? ആകെ റമളാനിലെങ്ങാണ്ട് 25-ാം ഉസ്താദ് പറയും എല്ലാവരും ഖുർആൻ എടുക്കണമെന്ന് പറയുമ്പോൾ ചാടി ഖുർആൻ എടുത്തിട്ട് യാസീൻ ഓതി മടക്കാൻ റാഹത്ത്. 25-ാം ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ പൊഞ്ഞോണ്ട് പോവാൻ കഴിഞ്ഞ്. ഇപ്പോഴും നിങ്ങൾ പള്ളിക്കകത്ത് കയറിയിട്ട് മുസാഫ് എടുത്ത് നോക്ക്, പൊടി ഉണ്ടാവുമോ ഇല്ലേ? നിങ്ങൾ തന്നെ പറയും, പൊടിയുണ്ടോ? പൊടിയേ ഉള്ളൂ. കാരണം വെള്ളിയാഴ്ച പോലും സൂറത്തുൽ കഹ്ഫ് ഓതാൻ പോലും ഇന്നത്തെ തലമുറ മറക്കാണ്. നമ്മൾ മറക്കാണ്, മനഃപൂർവ്വം ഒഴിവാക്കാൻ. നമ്മൾ ബാങ്ക് വിളിക്കുമ്പോഴേ പള്ളിയിലേക്ക് വരുള്ളൂ, ബാങ്ക് വിളിക്കുമ്പോഴാ പല്ല് കേൾക്കാൻ പോകുന്നത്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ഫീ യൗമിൽ ജുമുഅ ഔ ലൈലത്തുൽ ജുമുഅ, ആരൊരുവൻ വെള്ളിയാഴ്ച ദിവസമോ അതിന്റെ രാവിലോ പവിത്രമാക്കപ്പെട്ട സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അല്ലാഹു ലഹു മാ ബൈനൽ ജുമുഅത്തൈൻ, ഓതിയ വെള്ളിയാഴ്ച ദിവസം മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവന്റെ മുന്നിൽ ഒരു പ്രകാശം ഉണ്ടാകും സഹാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി.
അവനറിയൂല ഒരാത്മീയമായ പ്രകാശം. അള്ളാഹു അത് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു. എത്ര പേര് അൽക്കഫ് ഓതി എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം എല്ലാവരെ കുറിച്ച് എനിക്ക് നല്ല ഭാവമാണ് ഇപ്പോൾ ഉള്ളത്. ചോദിച്ചാൽ ഇപ്പോൾ കുളവാകും, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ, ചോദിച്ചാലും ഓതാത്തവര് അങ്ങനെ, അതായത് നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ എത്ര ആയത്തോദീസ് ഓതിയാലും ഐശ്വര്യ വെച്ച് കാണാൻ ഇപ്പൊ ഇവിടെ ജനങ്ങൾക്ക് മുമ്പിൽ ക്രെഡിറ്റ് കിട്ടണം. അതുകൊണ്ട് ആ ഒരു പേടി എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതില്ലെന്ന് ചോദിക്കുന്നില്ല. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഓതിയ ആളുകൾ ഭൂരിപക്ഷം ഉണ്ടാകും, എനിക്ക് ഉറപ്പാണ്. അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ. മോമിനീങ്ങളെ കുറിച്ച് നല്ല ലന്ന് വേണമെന്നാണ്, അങ്ങനെ തന്നെയാണ് എനിക്കുള്ളതും. അള്ളാഹു നമുക്ക് ബറക്കാത്തുകൾ ചൊരിയട്ടെ. അൽക്കഫ് ഒന്നും ഓതാതെ ഒരു വെള്ളിയാഴ്ചയും പോകരുത് ഉമ്മമാരെ. അതൊക്കെ ജീവിത വിജയത്തിന്റെ നിദാനമാണ്. നിങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം ശരിക്കും പഠിക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കി എല്ലാ ആഴ്ചകളിലും അസ്ഹാബുൽ കഹ്ഫിനെ, അള്ളാഹുവിന്റെ മഹത്തുക്കളാകുന്ന ഔലിയാക്കളെ ഓർക്കാൻ അതിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫ് ഓതാൻ വേണ്ടി അള്ളാഹു നമ്മളോട് പറഞ്ഞത്. കാരണം അവരുടെ ചരിത്രമാണ് സൂറത്തുൽ കഹ്ഫ്. അൽ കഹ്ഫ് എന്ന് പറഞ്ഞാൽ ഗുഹാവാസികളാണ്. മക്കസലമീന, തംലീഹ, മർത്തൂനസ്, നൈനൂനസ് എന്ന് തുടങ്ങുന്ന മഹത്തുക്കളാകുന്ന അള്ളാഹുവിന്റെ വിലായത്തെത്തിച്ചതാകുന്ന മഹാരഥന്മാർ. അൽഹംദുലില്ലാഹ് അവരുടേതാകുന്ന ഖബർ സിയാറത്ത് ചെയ്യാൻ ഈ വിനീതന് അവസരം അള്ളാഹു നൽകിയിട്ടുണ്ട്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അവിടെ എത്താനും പോയി സന്ദർശിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നസീബാക്കുമാറാവട്ടെ. അള്ളാഹു ആ പുണ്യഭൂമികളിൽ എത്തിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ അറിയണം, നിസാരക്കാരല്ല, മുത്തുനബിയുടെയൊക്കെ മുമ്പ് ജീവിച്ചിരുന്ന മഹാരഥന്മാരാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇന്നലെ കെളുത്തതാകുന്ന മഴയ്ക്ക് പെയ്തിട്ടുള്ള വിലായത്തുണ്ടെന്ന് പറയപ്പെടുന്ന വ്യക്തിത്വങ്ങളല്ല. അങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നവരല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കം എല്ലാ വെള്ളിയാഴ്ചയും ഓതിയിരുന്നു സൂറത്തുൽ കഹ്ഫ്. നമ്മൾ അറിയണം. അതിലൂടെ പഠിപ്പിക്കുകയാണ് മഹാന്മാരാകുന്ന അള്ളാഹുവിന്റെ വിലായത്തെത്തിച്ച മഹത്തുക്കളെ എല്ലാ ആഴ്ചയിലും നീ ഓർക്കണം. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണം. എല്ലാ ദിവസവും നമ്മളോട് ഓതാൻ വേണ്ടി പറഞ്ഞു സൂറത്തു യാസീൻ. അതിലും മഹത്തുക്കളാകുന്ന മഹാന്മാരുടെ ചരിത്രമുണ്ട്. യാസീനിലും മഹാന്മാരാകുന്ന വിലായത്തെത്തിച്ചതാകുന്ന ശുഹദാക്കളുടെ ചരിത്രമാണ് സൂറത്ത് യാസീനിൽ പറയുന്നത്. മനസ്സിലാക്കണം നമ്മൾ. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു യാസീനിൽ പറയുന്ന ചരിത്രം, ഞാനത് പറഞ്ഞത് യൂട്യൂബിലുണ്ട്. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്നത് വലിയ സമുന്നതനാകുന്ന വിലായത്തിന്റെ മർത്തബ എത്തിച്ച മഹാനാണ്. ബഹുമാനപ്പെട്ടവർ സുബ്ഹാനല്ലാഹ് അവിടുന്ന് അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ദീൻ പുൽകി ജീവിച്ചു. ഒരു കാലഘട്ടത്തിൽ വിഗ്രഹങ്ങളെ നിർമ്മിച്ച് ആരാധിക്കുകയും ജനങ്ങളെ അത് നിർമ്മിച്ചിട്ട് അവർക്കത് കച്ചവടം ചെയ്ത് നിലകൊള്ളുകയും ചെയ്തതിരുന്നാകുന്ന ഹബീബുൻ നജ്ജാർ ഇസ്ലാം മതം പുൽകി ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ മുഖേന. അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്തിച്ചു. അദ്ദേഹത്തെ ശത്രുക്കൾ ഒന്നടങ്കം അടിക്കുകയും തൊഴിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഷഹീദായി മരണപ്പെട്ട വ്യക്തിയാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലക്കാരനാണ്. ഒക്കെ ഈ ഉമ്മത്ത് അറിയണം. അപ്പൊ നോക്കുന്നു, ഷഹീദായ ഒരു വ്യക്തിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് സൂറത്ത് യാസീൻ എല്ലാ ദിവസവും നീ പാരായണം ചെയ്യും. സൂറത്ത് യാസീൻ ഖൽബുൽ ഖുർആൻ, ഖുർആനിന്റെ ഹൃദയം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച സൂറത്താണ് സൂറത്ത് യാസീൻ. നമ്മൾ ഇന്ന് ഒരു വട്ടമെങ്കിലും ഓതിയോ? ചിന്തിക്കും. നമ്മൾ ഖുർആനോട് എന്ത് ബന്ധമാണുള്ളത്? ദീനുമായി എന്ത് ബന്ധമാണുള്ളത്? മുഅ്മിനീങ്ങളെ, എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും ഓതണമെന്ന് പ്രവാചകൻ നമുക്ക് വാഗ്ദാനം ചെയ്ത സൂറത്താണിത്. ഓതണമെന്ന് നിർദ്ദേശം നൽകിയതാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ച സൂറത്താണ് സൂറത്തുൽ വാഖിഅ. ഇതൊക്കെ എത്ര കാലം മുതൽ നമ്മൾ കേൾക്കുന്ന വിഷയമാണ്. ഒരു കാതിലൂടെ കേട്ട് മറു കാതിലൂടെ വിടുന്നതല്ലാതെ ജീവിതത്തിൽ ചിട്ടയായി കൊണ്ടുവരാൻ എത്ര ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്? സഹോദരങ്ങളെ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായ സ്വഹാബിയാണ്. പെൺമക്കൾ അധികരിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, സൂറത്തുൽ വാഖിഅ നീ പഠിക്കണം. പഠിപ്പിച്ചു കൊടുത്തു. നല്ല ഖാരിആൻ സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഖുർആൻ നല്ലതുപോലെ ഓതും. നല്ല ഓത്തുകാരനാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ ഓത്ത് കേട്ടിരുന്നിട്ടുണ്ട് എന്ന് ഹദീസിലുണ്ട്.
പ്രവാചകർ കരഞ്ഞിട്ടുമുണ്ട്. സൂറത്തുൻ നിസായിലെ 40-ാമത്തെ വചനം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മഹ്ശറയെ വർണ്ണിക്കുമ്പോൾ പ്രവാചകർ അത് കേട്ട് കരയുന്നതായി ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു എന്നും സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അത്രമേൽ മറ്റുള്ളവരുടെ ഹൃദയാന്തരങ്ങളിലേക്ക് വശ്യമായി കടത്തിവിടാൻ കഴിവുള്ള മനോഹരമായ ഖുർആൻ ഓതാൻ സാധിക്കുന്ന വ്യക്തിയായിരുന്നു സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അല്ലാഹു അവരുടെയൊക്കെ ഒരു ഓത്ത് നമുക്കും നമ്മുടെ മക്കൾക്കും അല്ലാഹു നസീബാക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിനക്ക് പെൺമക്കൾ അധികരിച്ചതുകൊണ്ട് തന്നെ ഈ സൂറത്ത് നീയും പഠിക്കണം, നിന്റെ പെൺമക്കളെ നീ പഠിപ്പിക്കുകയും വേണം. അല്ലിമൂഹുന്ന സൂറത്തുൽ വാഖിഅ നബിയുനാ റസൂലുള്ളാഹി. ദാരിദ്ര്യ നിർമാർജനം വേണ്ടി പ്രവാചകൻ പഠിപ്പിച്ച ആ സൂറത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നെഞ്ചോട് ചേർത്ത് വെച്ചു. മുടങ്ങൂല, എല്ലാ ദിവസവും ഓതും. എത്ര തിരക്കുണ്ടെങ്കിലും സൂറത്തുൽ വാഖിഅ ഓതാതെ ഒരു ദിവസം അദ്ദേഹം മാറ്റില്ല. പെൺമക്കളെയും പഠിപ്പിച്ചു. നല്ല വൃത്തിയായി അവർ ഓതാൻ തുടങ്ങി. അങ്ങനെ ഓതിയാ പിന്നെ എന്തുണ്ടാവൂല എന്ന് നബിതങ്ങൾ പറഞ്ഞത്? ദാരിദ്ര്യം ഉണ്ടാവൂല, പട്ടിണി കിടക്കേണ്ടി വരൂല. അങ്ങനെ തന്നെ ഒരാളുടെ മുന്നിൽ പോയി 5 പൈസ കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മരണം വരെയും ഉണ്ടായിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി. 3 വർഷവും കുറഞ്ഞ കാലഘട്ടവുമാണല്ലോ ബഹുമാനപ്പെട്ടതാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണകാലഘട്ടം. ബഹുമാനപ്പെട്ടതാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാട്ടിലുള്ളതാകുന്ന ആളുകളുടെ കണക്കെടുത്തു. പെൺമക്കൾ അധികരിച്ച അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് ബൈത്തുൽ മാലിൽ നിന്ന് സ്വർണത്തിന്റെ ഒരു കിഴി ഒരു ഭൃത്യൻ മുഖേന കൊടുത്തുവിട്ടു. സ്വർണത്തിന്റെ ഒരു കിഴി കൊടുത്തിട ഫ്രീ ആയിട്ട് വെറുതെ കിട്ടുന്നതാ, പിന്നീട് കൊടുക്കൊന്നും വേണ്ട, കടമൊന്നുമല്ല. ബഹുമാനപ്പെട്ടതാകുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖലീഫയാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നൽകിയതാകുന്ന കിഴി അഴിച്ചു നോക്കി. എന്താണ് സംഭവം? നോക്കുമ്പോ നല്ല തിളങ്ങുന്ന സ്വർണത്തിന്റെ കിഴിയാണ്. എണ്ണിയൊന്നും നോക്കുന്നില്ല, വേഗം കിഴി കെട്ടിയിട്ട് ഭൃത്യനെ തിരിച്ചേൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടി ഖലീഫ ബൈത്തുൽ മാലിൽ നീക്കി വെച്ചതാ, പരിപൂർണമായ ഹലാലാണ്. വേണ്ട, എനിക്ക് വേണ്ട, പറഞ്ഞേക്കണം അവരോട്. അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ വാഖിഅ. എന്റെ ഹബീബ് എനിക്ക് സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്റെ പെൺമക്കളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ദാരിദ്ര്യത്തെ അബ്ദുള്ള ഒരിക്കലും ഭയക്കുന്നില്ല. അത് അദ്ദേഹത്തെ അറിയിച്ചേക്കണേ എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഈമാനാണ് സഹോദരൻ. കാരണം ദാരിദ്ര്യമില്ല, പട്ടിണിയില്ല, അല്ലലും അലട്ടലുമില്ലാതെ മുന്നോട്ട് പോവാൻ നല്ല റാഹത്തായി ജീവിതം. കാരണം സൂറത്തിന്റെ മേൽ ആസ്വദിച്ചു ജീവിതം, അത് മതി. കാരണം എവിടെന്നെങ്കിലും പടച്ചറബ് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകും, കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്, അത് മതി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു. ശേഷം 10 വർഷത്തോളം പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മക്കയും മദീനയും അടക്കം കിസ്റിയുടെയും കൈസറിന്റെയും കോട്ടകൊത്തകങ്ങളെ കിടുകിടാ വിറപ്പിച്ച സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അധികാരത്തിലേന്തിക്കൊണ്ട് നിലകൊണ്ടതാകുന്ന 10 വർഷത്തോളം വളരെ മനോഹരമാകുന്ന സംശുദ്ധമാകുന്ന ഭരണം കാഴ്ചവെച്ച മഹാനുഭാവനായ അമീറുൽ മുഅ്മിനീൻ കടന്നു വന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതേപോലെ സ്വർണത്തിന് ഒരു കിഴി കൊടുത്തു വിട്ടു, വാങ്ങിയില്ല. അപ്പോഴും പറഞ്ഞു, എനിക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സൂറത്തുണ്ട്, സൂറത്തുൽ വാഖിഅ. ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ അദ്ദേഹം കൊടുത്തു വിട്ടു. അതും പരിപൂർണമായി സ്നേഹത്തോടു കൂടി നിരസിച്ചു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. അദ്ദേഹവും മക്കളും ആരും തന്നെ ബൈത്തുൽ മാൽ സ്വർണത്തിന്റെ കിഴിയാണ്, ഫ്രീ ആയിട്ട് കിട്ടാൻ, തിരിച്ചു കൊടുക്കേണ്ട, കടമല്ല, ഒന്നുമില്ല, എന്നാലും വേണ്ട. കാരണം അതിന്റെ ആവശ്യമില്ല. ഇവിടെ കാര്യങ്ങൾ റാഹത്തായി നടന്നു പോകുന്നുണ്ട്. ആലോചിച്ചോ, നമ്മളാണെങ്കിലോ ഓണത്തിന്റെ ബമ്പർ അടിച്ചില്ലല്ലോ എന്ന് കരുതി ഇപ്പോഴും വിഷമിച്ചിരിക്കുക. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അത് കോയമ്പത്തൂരിനടുത്തും കൊണ്ടുപോയി ഉസ്താദെ, വലിയ സങ്കടമായി പോയി ഉസ്താദെ.